നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ കുട്ടികളെ മർദ്ദിച്ച സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. തകർന്ന റോഡിലൂടെ സാഹസിക യാത്ര നടത്തുന്നവർക്ക് കോൺഗ്രസ് മെഡൽ സമ്മാനിച്ചു. കഴിമ്പ്രത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ഓവർ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് ഫോട്ടോയെടുത്തിരുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളോട് സിഗരറ്റ് ചോദിച്ചും നൃത്തം ചെയ്യാൻ പറഞ്ഞും മർദ്ദിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം പറമ്പിൽ ആദിത്യകൃഷ്ണ, താന്യം പൈനൂർ തൈവളപ്പിൽ ഗോകുൽകൃഷ്ണ, ചാഴൂർ അടിയാറ നവനീത് എന്നിവരെയാണ് വലപ്പാട് പോലീസ് പിടികൂടിയത്. ആദിത്യകൃഷ്ണ മയക്കുമരുന്ന് ഉപയോഗിച്ചതടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, ASI രാജേഷ് കുമാർ, CPOമാരായ അബ്ദുൾ റഷീദ്, സതീഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കാഞ്ഞാണി തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കാഞ്ഞാണി തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഉഷപൂജ, കലശപൂജ, ശ്രീഭൂതബലി, മേളം, പ്രസാദഊട്ട് എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി, പഴങ്ങാപ്പറമ്പ് ദിനേശൻ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തിമാരായ പഴങ്ങാപ്പറമ്പ് രാമൻ നമ്പൂതിരി, മുരളി എന്നിവർ സഹകാർമ്മികരായി. പരിപാടികൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. വാടാനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വാടാനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, പാലഭിഷേകം, പനിനീരഭിഷേകം, ഭസ്മാഭിഷേകം, പുഷ്പാഭിഷേകം എന്നിവ നടത്തി. തുടർന്ന് വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, ശ്രീഭൂതബലി, പ്രസാദഊട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുല്ലങ്ങത്ത് നന്ദകുമാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ച് മണലൂർ മേഖലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് മണലൂർ മേഖലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. പ്രസിഡന്റ് CN ഗിരീഷ് പതാക ഉയർത്തി. സെക്രട്ടറി VP നവീൻ, CPIM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, CPIM ലോക്കൽ കമ്മിറ്റി മെമ്പർ അരുൺ ആനന്ദ, ട്രഷറർ രവീന്ദ്രൻ കുന്നംപുള്ളി, KV ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ചേർക്കരദേശം കാവടി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷനിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് KG സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി PC മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് VS സതീഷ്, ട്രഷറർ സ്നിതീഷ് തിലകൻ, രക്ഷാധികാരി AG ശിവലാൽ എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർമാരായ MB സതീഷ് കുമാർ, AR ബൈജു, ജയപ്രകാശ് ഷിയാനി, സുനിൽ എരവേലി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞങ്ങൾ കേസൊക്കെ എടുത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലിങ്ങനെ കരുതിയാണ് ക്യാമറയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
ഞാൻ കുറച്ചുകൂടി ഗുണകരമായിരുന്നല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാമറ വെക്കാൻ താല്പര്യമുണ്ട്, ഉദ്ഘാടനത്തിനായിട്ട് വരുമെന്ന് ചോദിച്ചില്ല. കുറച്ച് ദിവസമായി ഇടയിലൊന്ന് വീണ്ടും മാറ്റി വെച്ച ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതൊരു ചെറുക്കര ദേശം ഒരു കാവടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. പക്ഷേ സാധാരണ കാവടിയുമായി ബന്ധപ്പെട്ടൊരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ കാവടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ അത്രേ കാണാറുള്ളൂ. പല ക്ഷേത്രങ്ങളും ഉത്സവങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നിങ്ങളോടൊപ്പം നിന്ന് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് പരിപാടികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പരിപാടികൾ ഒക്കെ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മയാണ്, നിങ്ങളുടെ ഈ ഒരു സമൂഹത്തിൻ്റെ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ തലമുറക്കാരെ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നൈപുണ്യ വികസന പദ്ധതിയായ വിജ്ഞാന കേരളം 2025 ക്യാമ്പിന്റെ ഭാഗമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഫെസിലിറ്റേഷൻ സെന്റർ യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരിന്റെ നൈപുണ്യ വികസന പദ്ധതിയായ വിജ്ഞാന കേരളം 2025 ക്യാമ്പയിന്റെ ഭാഗമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഫെസിലിറ്റേഷൻ സെന്റർ യോഗം ചേർന്നു. യോഗം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിജ്ഞാന കേരളം ഗൾഫ് തൊഴിൽ മേഖലയുടെ പോസ്റ്റർ പ്രകാശനം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ആശാ വർക്കർമാർ, അംഗനവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കില റിസോഴ്സ് പേഴ്സൺ പ്രൊഫസർ MV മധു പദ്ധതി വിശദീകരണം നടത്തി. കമ്മ്യൂണിറ്റി അംബാസഡർ ബ്യൂല, DRP VP രഘു, തളിക്കുളം ജോയിന്റ് BDO KK ലത എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിദേശത്ത് പോകാനും സ്വദേശത്തുള്ള തൊഴിലുകൾ എടുക്കാനും ഇത് കൃത്യമായിട്ട് തൊഴിൽ കൊടുക്കാൻ നമ്മൾ മുന്നോട്ട് വരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ഇന്റർവ്യൂകൾ കഴിഞ്ഞു. അങ്ങനെ പലപ്പാട് ഈ 5 പഞ്ചായത്തുകളിൽ നമ്മളെടുത്ത കണക്ക് വെച്ച് നോക്കുമ്പോൾ 7388 പേര് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. HVACR എംപ്ലോയീസ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 26 ലോക ശീതീകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു.
ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 26 ലോക ശീതീകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയ പ്രവർത്തകർ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് കിരൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സജീവ് കാരയിൽ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് സെക്രട്ടറി മധുലാൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷാജു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനീഷ്, രമേശ്, മെമ്പർമാരായ വിപിൻ, ജിമ്മി ജാക്സൺ, സന്ദീപ് ചാവക്കാട്, താലൂക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തകർന്ന റോഡിലൂടെ സാഹസിക യാത്ര നടത്തുന്നവർക്ക് മെഡൽ സമ്മാനിച്ച് കോൺഗ്രസ്. തകർന്ന റോഡിലൂടെ സാഹസിക യാത്ര നടത്തുന്നവർക്ക് മെഡൽ സമ്മാനിച്ച് കോൺഗ്രസ്. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സമരത്തിലാണ് വ്യത്യസ്ത പ്രതിഷേധം നടത്തിയത്. വലപ്പാട് കുരിശുപള്ളി റോഡിൽ നടത്തിയ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ER രഞ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CR അറുമുഖൻ, കബീർ KH, സെക്രട്ടറിമാരായ ബാബു കുന്നുങ്ങൽ, ANG ജയ്ഗോ, പ്രവീൺ രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഫാത്തിമ സലീം, അജ്മൽ ഷെരീഫ്, ഡേവിസ് വാഴപ്പിള്ളി, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MA സലീം, ഷിബു നെടിയിരിപ്പിൽ, നൌഷാദ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. കാർത്തികേയൻ നെടിയിരിപ്പിൽ, അമ്പിളി PR, മഞ്ജു ബാബു, മെയ്ജി തോമസ്, ഭുവനേശ്വരി MN, സജീവൻ PV, വത്സൻ വാലി പറമ്പിൽ, തോമസ് EP, ഡേവിസ് TJ, പ്രസാദ് CK തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇത്തരത്തിൽ ഒരു റോഡ് പണിയുമ്പോൾ, ഇത്തരത്തിൽ വളരെ മോശകരമായിട്ടുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാനും അത് കൃത്യമായി ജനങ്ങളോട് ധരിപ്പിക്കാനും കഴിയാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിലിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നിനും കൊള്ളാത്ത ഒരു ഭരണസമിതിയായി പഞ്ചായത്തിന്റെ ഭരണസമിതിയും പഞ്ചായത്തിന്റെ പ്രസിഡന്റും മാറുകയാണ്. ഇത്രയേറെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രളയ ദുരിതം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, മഴ പെയ്ത റോഡുകളൊക്കെ തോടുകളും കുളങ്ങളുമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ പഞ്ചായത്ത് അധികൃതർ ഇപ്പോഴും കണ്ണും പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഭീകരതയ്ക്കെതിരെ ഉരിയാടാത്ത ഇടത് വലത് മുന്നണികളുടെ പ്രീണന നയത്തിൽ പ്രതിഷേധിച്ച് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. BJP വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ഭീകരതയ്ക്കെതിരെ ഉരിയാടാത്ത ഇടത് വലത് മുന്നണികളുടെ നയത്തിൽ പ്രതിഷേധിച്ച് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. രശ്മി ഷിജോ, നിഷ പ്രവീൺ, സിറ്റി ജില്ലാ സെക്രട്ടറി EP ഹരീഷ് മാസ്റ്റർ, മണ്ഡലം ജനറൽ സെക്രട്ടറി TG രതീഷ്, ലാൽ ഉണ്ണുങ്ങൽ, KR മോഹനൻ, NS ഉണ്ണിമോൻ, ഗോകുൽ കരിപ്പിള്ളി, AK ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാരതീയ വിദ്യാനികേതൻ തൃശ്ശിവപേരൂർ ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് RV ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ ട്രഷറർ ദിവ്യ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങളായ മേളപ്രമാണി ശങ്കരംകുളങ്ങര രാധാകൃഷ്ണൻ, പ്രകൃതി ഉപാസകനും അക്ഷക വനമിത്ര പ്രകൃതി മിത്ര എന്നീ അവാർഡുകളുടെ ജേതാവുമായ സുരേഷ് വനമിത്ര, ജന്മഭൂമി തൃശൂർ എഡിഷൻ ചീഫും എഴുത്തുകാരനുമായ TS നീലാംബരൻ എന്നിവരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. പഠന മികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്ക് അക്കാദമിക് എക്സലൻസ് അവാർഡുകൾ നൽകി. വിദ്യാലയങ്ങളിൽ 20 വർഷം സേവനമനുഷ്ഠിച്ച അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MV വിനോദ്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് C രാഗേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗണേശൻ TB, സംസ്ഥാന ഉപാധ്യക്ഷൻ KB രാമകൃഷ്ണൻ മാസ്റ്റർ, TN രാമൻ, സൗമ്യ സുരേഷ്, E ബാലഗോപാൽ, രാമചന്ദ്രൻ PS എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടിനെക്കുറിച്ചും നാടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി പ്രതിപാദിച്ചു.
പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ വിദ്യാനികേതൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിൽ ബുദ്ധിഭേദം സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ശക്തികൾ, രാഷ്ട്രവിരുദ്ധ ശക്തികൾ, അവരുടെ പ്രവർത്തനം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ വെച്ച് SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ ദേവി നന്ദ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. മഹാത്മാ കമ്മ്യൂണിക്കേഷൻ എല്ലാ മാസവും ഈ പരിപാടി നടത്തുന്നുണ്ടെന്ന് അറിയാം. ഈ പരിപാടിക്ക് ക്ഷണിച്ച മഹാത്മാ കമ്മ്യൂണിക്കേഷന് വളരെയധികം നന്ദി. AV ശ്രീവത്സൻ, സജീവൻ അന്തിക്കാട്, സജീവൻ താനപ്പാടം, സിന്ധു M, ഷീലീഷ് കൊട്ടാരത്തിൽ, കണ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പുത്തൻകോവിലകം സ്വദേശിനി പാത്തുമ്മ കള്ളിപ്പറമ്പിൽ, ചാഴൂർ സ്വദേശി പരമേശ്വരൻ വടക്കൂട്ട്, അൻവർ പള്ളിപ്പറമ്പിൽ, പുത്തൻപീടിക സ്വദേശി സജീവ് വാഴപ്പള്ളി എന്നിവരാണ് ജൂൺ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാം. അവിടുത്തെ അവരുടെ മകൻ, മകൻ 2 കിഡ്നി നഷ്ടപ്പെട്ട് ഇപ്പോൾ ചികിത്സയിലാണ്. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുകാർ ചെയ്യുന്നത് പോലെ MLA എന്ന രക്ഷാധികാരിയാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രസിഡന്റ്, അവരൊക്കെ പ്രധാന രക്ഷാധികാരികളാക്കിക്കൊണ്ട് ഒരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ അതിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ലിജോൻ്റെ പേരിൽ. അപ്പം നമ്മൾ കഴിയുന്ന സഹായം അവർക്ക് നൽകണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ പുരസ്കാരവും അവാർഡ് വിതരണവും നടത്തി. പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ 110ന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ പുരസ്കാരവും അവാർഡ് വിതരണവും നടത്തി.
ദൂരദർശൻ അവതാരകൻ UK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ SSLC+2 ഉന്നത വിജയം നേടിയ മുഴുവൻ കുട്ടികളെയും ആദരിച്ചു. 2024-25 വർഷത്തിൽ ബാങ്കിൽ ലോണെടുത്ത് കൃത്യമായി ലോൺ അടച്ച സഹകാരികളെ ആദരിച്ചു. താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, ബ്ലോക്ക് മെമ്പർ TB മായ, CP ജോസ്, TV മദനമോഹനൻ, VM കരീം മാസ്റ്റർ, PJ ഷൈനി, EC പോൾ, ഷൈനി, TP പ്രകാശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള പണമിടപാട് സ്ഥാപനം, കാർഷിക വികസന രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്തിനാണ് വിദ്യാഭ്യാസത്തിൽ കൈകടത്തുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്, അല്ലേ? എന്തിനാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വിദ്യാഭ്യാസത്തിൽ എന്താ പ്രസക്തി? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം കേരളം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ വികസനം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടല്ല, സമഗ്രമായ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ഈ സമഗ്ര വികസനം ലക്ഷ്യമിടണമെങ്കിൽ എന്ത് വേണം? പ്രധാനമായിട്ടും വേണ്ടത് എന്താണ്? അടിസ്ഥാനപരമായി വേണ്ടത് നമുക്ക് അറിവാണ്, നോളജാണ് ആവശ്യം. അറിവിന് വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ എന്ത് ചെയ്യുന്നത്? പുഷ്ടിപ്പെടുത്തിയെടുക്കുന്നത്. നമ്മുടെ ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നാം ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ നിർത്തി, ഇനി നമുക്ക് ആവശ്യം എന്താണ്? വിദ്യാലയങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കഴിമ്പ്രത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. കഴിമ്പ്രം സ്കൂളിന് തെക്ക് ഭാഗം വലപ്പാട് പഞ്ചായത്ത് 13-ാം വാർഡിലാണ് നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായത്. കഴിമ്പ്രം നെടിയിരിപ്പിൽ ചന്ദ്രന്റെ വീട്ടിലെ പശുത്തൊഴുത്ത് ഭാഗികമായി തകർന്നു. വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം വീട്ടിലെ മരങ്ങൾ കടപുഴകി വീണു തുടങ്ങി. സമീപത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സമീപത്തുണ്ടായിരുന്ന തോട് നികത്തി റോഡാക്കി പകരം റോഡിന് സമീപം കാന പണിയാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. വലപ്പാട് പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം വീട് ഉപേക്ഷിക്കേണ്ടി വരുമെന്നും വീട്ടുകാർ പറഞ്ഞു. 8-ാം വാർഡ് വിട്ടിട്ട് ഇപ്പോൾ 13 വാർഡായി. ഈ 13-ാം വാർഡിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സുന്ദരമായിട്ട് വെള്ളം പോയിരുന്നു തെക്കോട്ട്. അതേ സമയത്ത് ഈ പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും 42 സെൻറ്റ് സ്ഥലമാണ് ഈ കിഴക്കും പടിഞ്ഞാറും. ഇതിനകത്ത് 37 തെങ്ങ് വെച്ചു. ഈ തെങ്ങുകളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നിൽക്കണണ്ട ഇപ്പോൾ പോയിട്ട് ഇതിൻ്റെ പുറത്ത് ഈ തരമായിട്ടുണ്ട്. ഇതിനെയും കടവഴി വീഴും. ഇപ്പോൾ പേരയാണെങ്കിൽ പേര വീണ്, വാഴയാണെങ്കിൽ വാഴ വീണ്, തൊഴുത്താണെങ്കിൽ തൊഴുത്ത് വീണ്, പേരയാണെങ്കിൽ ചോർന്നിട്ട് കിടക്കാൻ പറ്റില്ല. ഇത്രയും കാലവഴക്കെത്തിയാണ്. സർക്കാർ ഒരു ഇതുമില്ല, ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു വീട് ഹൗസിംഗ് ലോൺ എല്ലാവരും എഴുതി തള്ളിപ്പോയി, എൻ്റെ മാത്രം എഴുതി തള്ളിപ്പോയില്ല. ഇതിൻ്റെ പുറത്ത് പഞ്ചായത്തിൻ്റെതായിട്ട് ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല. സർക്കാർ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. നമ്മൊരു കാര്യത്തിന് പോയിട്ടുമില്ല. ഒരാളും നമ്മളെഴുതിട്ട് വന്നിട്ട് പറഞ്ഞിട്ടില്ല, ഒരു താനിത് ഇനി എഴുത് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് എഴുതെന്ന് പറഞ്ഞിട്ട്. ആകെ കിട്ടിയിരിക്കണത് 2 പ്രാവശ്യം വലയുടെ കാശ് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം കെട്ടിക്കാനുള്ള കാരണം എന്നിട്ട് ഈ വെള്ളം കെട്ടി നിൽക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് വന്നതാണ്. റോഡ് വന്നപ്പോൾ കാനയാണ് റോഡായത്. ദിലീപ് മാഷ കയ്യിൽ നിന്ന് 3.5 സെൻറ്റ് സ്ഥലം കാശ് കൊടുത്ത് മേടിച്ചാണ്. അതിൽ 10,000 രൂപ ഞാൻ കൊടുത്തു. 2 സെൻറ്റ് സ്ഥലവും കൊടുത്തു റോഡിന്. കാന കെട്ടിത്തരാമെന്ന് പറഞ്ഞു. കാന കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് കാനയിട്ട് കെട്ടണമില്ല. കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അത് കെട്ടിയിരുന്നില്ല. പിന്നെ അവസാനം കാശ് പാസ്സായി കാനയ്ക്ക് വേണ്ടിയിട്ട്. അതിന് ഞങ്ങൾ അപേക്ഷയും കൊടുത്തു, എല്ലാവരും കൂടെ കൂടിയിട്ട് ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ആപ്സായി കളഞ്ഞു ആ കാശ്. സായി സഞ്ജീവനി ട്രസ്റ്റ് ഗുരുവായൂരും ഭദ്രകാളി മഠം ട്രസ്റ്റ് പെരിങ്ങോട്ടുകരയും സംയുക്തമായി നടപ്പാക്കുന്ന മകൾക്കൊരു മരം എന്ന പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ചന്ദനത്തൈ വിതരണം നടന്നു. പെരിങ്ങോട്ടുകര ശ്രീ ഭുവനേശ്വരി നാഗക്കാവിൽ വെച്ച് നടന്ന ചടങ്ങിൽ സായി സഞ്ജീവനി ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി മൗനായോഗി ഹരിനാരായണ സ്വാമി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഭദ്രകാളി മഠം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി രാജീവ് ശാന്തി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സായി സഞ്ജീവനി ട്രസ്റ്റ് 2025 1 ലക്ഷം ചന്ദനത്തൈകൾ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ ചന്ദനത്തൈ വിതരണോദ്ഘാടനം ചെയ്തു. കിമോസ് ഡയറക്ടർ വിദ്യാധരൻ യോഗത്തിൽ വിവിധ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ഷനിത ജിജീഷ്, വൈസ് പ്രസിഡന്റ് പ്രദീപ് KB, അജയൻ കണ്ണോളി, ട്രഷറർ രജനി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. എന്തുകൊണ്ടാണ് ചന്ദനം മകൾക്കൊരു മരം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ
നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ആദ്യമാണ്. കാരണം ഇവിടെ വളർന്നു വരുമ്പോൾ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ വിവാഹം കഴിച്ചേൽപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള 100 ചോദ്യങ്ങളിലൂടെ, ആശങ്കകളിലൂടെയാണ് ഒരു കുടുംബം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ നമ്മുടെ വീടിനൊരു ബാധ്യതയാണോ എന്നുള്ള ഒരു ശങ്കയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഇത് നമ്മുടെ സംസ്കാരത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ക്ഷതം ചെറുതുമാണ്. കാരണം നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ദേവതയാണ്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഭാഗം. വലപ്പാട് ഗ്രാമപഞ്ചായത്ത്, കൃഷിവകുപ്പ്, കുടുംബശ്രീ, സഹകരണ ബാങ്കുകൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവർ സംയുക്തമായി ഞാറ്റുവേല ചന്ത, കർഷക സഭ എന്നിവ ആരംഭിച്ചു. ശനി, ഞായർ, തിങ്കൾ തീയതികളിൽ വലപ്പാട് ചന്ത മൈതാനിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ചന്ത വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് VR അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രശ്മി ഷിജോ, അനിത, ത്രിദീപ് കുമാർ, വലപ്പാട് CDS ചെയർപേഴ്സൺ സുനിത ബാബു, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി KA, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ, വലപ്പാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹന്റെ നേതൃത്വത്തിൽ കർഷക സഭ നടന്നു. ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാലയും വൈവിധ്യമാർന്ന കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണന സ്റ്റാളുകളും ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പുമായി സംയോജിച്ചുകൊണ്ട് ഇന്ന് ഞാറ്റുവേല ചന്ത ആരംഭിക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ കർഷകരെ നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതി, കാർഷിക സംസ്കാരത്തിൻ്റെ നമ്മുടെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർഷകർ പങ്കാളികളായാൽ തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KG വിജയലക്ഷ്മി അധ്യക്ഷയായി. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു സംഘടനയിൽ ചേർന്ന നവാഗതർക്ക് സ്വീകരണം നൽകി. യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാക്ഷൻ, ട്രഷറർ AM അബ്ദുൽ ജലാൽ, രക്ഷാധികാരി K പ്രഭാകരൻ പിള്ള, ജോയിന്റ് സെക്രട്ടറി VB രഘു, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം TC റീത്ത, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KN വിമല, P പങ്കജം എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരുന്നു. CP രാജേന്ദ്രകുമാർ, ശശികല ടീച്ചർ, നീന, മണി, ഇന്ദിര എന്നിവർ നേതൃത്വം നൽകി. അതീതമായി നിൽക്കുന്ന സംഘടനയാണ്, മതത്തിനതീതമായി നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതുപോലെ എല്ലാ ആനുകൂല്യങ്ങൾക്കും വേണ്ടി മാറി മാറി വരുന്ന ഗവൺമെന്റുമായി നമ്മൾ സമരം ചെയ്തുകൊണ്ട് ത്യാഗോജ്വലമായ സമര പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ലോകത്തിലെ വലിയ രണ്ടാമത്തെ വലിയ സംഘടന, ലോകത്തിലെ, നമ്മളിപ്പോ ഇവിടെ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, നമ്മുടെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സംഘടന. അപ്പൊ അത്രയും അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയിലാണ് നമ്മുടെ പുതിയ സുഹൃത്തുക്കൾ ഒന്നുചേർന്നത്. വാടാനപ്പള്ളി 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AK മുഹമ്മദ് ഹാജിയുടെ സ്മരണാർത്ഥം മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് VV അർജുനൻ അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. AM ബഷീർ മുഹമ്മദ് വിശിഷ്ടാതിഥിയായിരുന്നു. ബഷീർ നൂറുദ്ദീൻ, KB സിജിത്ത്, ഷഫീന ഷബീർ അലി, AA മുഹമ്മദ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് AMM നൂറുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫാസിൽ ജലീൽ, DCC ജനറൽ സെക്രട്ടറിമാരായ VG അശോകൻ, CM നൌഷാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്
KS ദീപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി IP പ്രഭാകരൻ, മണ്ഡലം സെക്രട്ടറിമാരായ AT റഫീഖ്, ഫാത്തിമ ജലീൽ, വത്സല തിലകൻ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റീനാസ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുടെ കാലഘട്ടത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വർത്തമാന കാലഘട്ടവും ഭൂതകാലവും രണ്ടും രണ്ടാണ്. ഭൂതകാലത്തിന്റെ ഓർമ്മകളാണ് വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വർത്തമാന കാലഘട്ടം നല്ലതായാലാണ് നമുക്ക് അതിസമ്പന്നമായ ഭാവി നിശ്ചയിക്കപ്പെടുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികളും അവരുടെ ഭാവിയും സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. എന്ന് വെച്ചാൽ ഭൂതകാലത്തിൽ നമുക്ക് നല്ല കാലം ഉണ്ടായിരുന്നതിനെ കുറിച്ച് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് സംസാരിക്കുകയും ഭാവിയിലേക്കുള്ള പ്രയാണത്തിന് തയ്യാറെടുക്കുകയും വേണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, കുട്ടികളോടാണ് ഞാൻ സംസാരിക്കാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. കോവിഡിൽ മാതാപിതാക്കളെയോ അവരിൽ ഒരാളെയോ നഷ്ടപ്പെട്ട തൃശൂർ ജില്ലയിലെ കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പഠന സഹായം വിതരണം ചെയ്തു. വലപ്പാട് സരോജിനി പത്മനാഭൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് VR കൃഷ്ണതേജ IAS ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ 97 കുട്ടികൾ പഠനസഹായം ഏറ്റുവാങ്ങി. മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുമിത നന്ദകുമാർ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, CSR വിഭാഗം മേധാവി ശില്പ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള സമയമായി, അങ്ങ് വരാൻ പറ്റുമോയാണ്. ശരിക്കും പറഞ്ഞാൽ മണപ്പുറം ഫൗണ്ടേഷൻ ഒരു ഡിസിപ്ലൈൻഡ് ആയിട്ടുള്ള ഒരു CSR ഫൗണ്ടേഷനാണ്. അതിനാലാണോ നമ്മൾ ചോദിക്കാതെ പക്ഷം അവരാണ് നമ്മളോട് ചോദിക്കുന്ന സമയമായാണ്. നോർമലി ഇത് അതർവേ ഉണ്ടാകും. നമ്മളാണ് എല്ലാ വർഷം പോയിട്ട് അടുത്ത സ്കോളർഷിപ്പ് എപ്പോൾ കൊടുക്കും, അത് ഡേറ്റ് എപ്പോഴാണ് ചോദിക്കേണ്ടത്. പക്ഷേ മണപ്പുറം ഫൗണ്ടേഷൻ അവർ നമുക്ക് ഒരു മാസം മുൻപ് തന്നെ പറയുന്നു ഈ വർഷം സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള സമയമായാണ്. Sir, on behalf of the entire children, I want to thank you. It means a lot. വളരെ സന്തോഷം തോന്നിയ ഒരു വിഷയമാണ്. നമ്മൾ തുടങ്ങിയത് 100 കുട്ടികളുടെ സപ്പോർട്ടാണ്. പക്ഷേ ഈ വർഷം അത് 97 ആയി. കാരണം ബാക്കി 3 കുട്ടികളും സെറ്റിലായിട്ടുള്ള കാരണത്തിൽ അവർക്ക് ആ പണം ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞതിനാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ 100 എണ്ണത്തിൽ 3 കുട്ടികൾ സെറ്റിലായിട്ടുള്ള വിഷയം കേട്ടിട്ട്. അതുപോലെ എല്ലാ വർഷം ഇവിടെ എത്തിച്ചേർന്ന കുട്ടികൾ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് ഒരു ജോലിയോ നന്നായിട്ട് ഒരു ബിസിനസ്സോ ആയിട്ട് സെറ്റിൽ ആവാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് സർ, I have seen many foundations, many foundations. I have interacted with many foundations. One thing I have to say, yours is a very well organized and disciplined foundation. You have കരയാംവട്ടം പരേതനായ മൂത്തെഴുത്തു രാധാകൃഷ്ണൻ ഭാര്യ സുനന്ദബായി നിര്യാതയായി. 75 വയസ്സായിരുന്നു. റിട്ടയേർഡ് അധ്യാപികയായിരുന്നു. സംസ്കാരകർമ്മം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ വെച്ച് നടത്തും. സീന സോനജ്, റീന സജീവൻ എന്നിവർ മക്കളാണ്. കൃഷ്ണരാജ്, ദേവരാജ്, സുവർണ, ജയരാജ് എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാറിൽ കുട്ടികളെ മർദ്ദിച്ച സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. തകർന്ന റോഡിലൂടെ സാഹസിക യാത്ര നടത്തുന്നവർക്ക് കോൺഗ്രസ് മെഡൽ സമ്മാനിച്ചു. കഴിമ്പ്രത്ത് നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.